തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ തിരിച്ചടി പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇതിന്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഈ മാസം ചേരും. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുവാൻ UDFും BJPയും പൊതു ഇടപെടൽ നടത്തിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. LDFിന്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഇളക്കമില്ലെന്നും LDF 3.0 ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് മൂന്നാം തവണയും LDF അധികാരത്തിൽ വരുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പലയിടങ്ങളിലും ചെറിയ വോട്ടിനാണ് LDF പരാജയപ്പെട്ടത്. ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മധ്യ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലും ഒക്കെ നമുക്ക് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഉൾപ്പെടെ എല്ലാം ഗൗരവപൂർവം ഫലപ്രദമായ രീതിയിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം LDFന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും BJPയും കൈകോർത്തു. കോർപ്പറേഷനിലെ പല വാർഡുകളിലും കോൺഗ്രസിന് 1000-ൽ താഴെയാണ് വോട്ടുകളെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 41 വാർഡിൽ ഡിവിഷൻ അവിടെ UDFന് വളരെ ചെറിയ വോട്ട്, 1000-ൽ കുറവായ വോട്ടേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ധാരണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ BJPയെ ഈ എണ്ണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. BJP ഭൂരിപക്ഷ വർഗീയത പ്രചരിപ്പിച്ചിട്ടും കാര്യമായ നേട്ടമുണ്ടാക്കാനായിട്ടില്ല. ക്ഷേത്ര നഗരങ്ങൾ പിടിച്ചെടുക്കാനുള്ള BJP നീക്കം പൊളിഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു വീഴ്ചയും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.